8 ദിക്കും പൊട്ടുമാറുച്ചതിൽ സകല ദേവന്മാരെയും ദേവിമാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു ഹിറ്റ് അടിക്കാൻ പറ്റാത്ത ബോളിവുഡിന്റെ നെഞ്ചത്തേക്ക് റോഷൻ ആൻഡ്രൂസ് എറിഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞു തോട്ടയായിട്ടാണ് എനിക്ക് ദേവ എന്ന സിനിമ അനുഭവപ്പെട്ടത്. മേരാ മുംബൈ പോലീസ് മർഗയ, ചളിക്കി പുളിക്കി എന്ന് മർഗയ. പക്ഷെ ബോബി സഞ്ജയ് ഇതിന് കൂട്ടുവെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന അത്രയും സമയം ഞാൻ ആലോചിച്ചത് ഇതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഷാഹിദ് കപൂറിന്റെ ശ്വാസകോശത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. അമ്മാതിരി വലിയാണ് ഈ മച്ചം വലിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു പടയെ പടം ഇപ്പോൾ ഇങ്ങനെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ എന്ന് നമുക്ക് പറയാൻ തോന്നിപ്പോ. പുള്ളിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് അയാളുടെ നോട്ടത്തിലും എക്സ്പ്രഷനിലും ഭാവത്തിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ആ സാധനം ഉണ്ടല്ലോ, ആ ഒരു ടെറർ ഇമേജ്, ഒരു രാക്ഷസൻ ലുക്ക്, അത് പിടിക്കാൻ വലിയ പാടായിരുന്നു. സംഭവം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ പോലീസ് തന്നെയാണ്. അതിൽ ട്വിസ്റ്റും വേറെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ 5 പൈസയുടെ ഇമോഷണൽ കണക്റ്റ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ജയസൂര്യയും റഹ്മാനും പൃഥ്വിരാജും ഇവർ തമ്മിലുള്ളൊരു കണക്ഷനും അത് ബിൽഡായി വരുന്ന ഓരോ സീനും ഒരുപാട് റിപ്പീറ്റ് വാച്ചുള്ള സീനുകളുണ്ട് മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ. അവസാനത്തെ ആ സ്പീച്ച് ആണെങ്കിലും മറ്റേ പോലീസ് സ്റ്റേഷൻ ആക്രമണമാണെങ്കിലും ഇവർ തമ്മിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി വരുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. അത് മുഴുവൻ നാശകോശമാക്കിയിട്ടുണ്ട്. നായകനെ ഷാഹിദ് കപൂറിനെ അങ്ങോട്ട് പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, പക്ഷേ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. ഞാൻ മുംബൈ പോലീസ് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് പറയുമ്പോൾ സിനിമ കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു എന്ന് വിചാരിക്കരുത്. സിനിമ ഞാനൊരു ബോളിവുഡ് സിനിമ, ഒരു ഫ്രഷ് പടമാണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ പടം തുടങ്ങി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും തോന്നണില്ല. അതാണ് ചേഞ്ചസ് കൊണ്ടുവന്നപ്പോൾ പറ്റിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു ത്രില്ലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ സിനിമയിലെ ക്ലൈമാക്സിൽ നിന്ന് മാറ്റി വേറൊരു കാര്യമാണ് ഇവരോട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ചെയ്യാൻ എന്തെങ്കിലും നാണക്കേടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോളിവുഡ് ഓഡിയൻസ് അത് സഹിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണോ എന്നറിയില്ല, ഒരു വലിയ ചേഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് വൻ കോമഡി ആയിപ്പോയി. ഒരു മോളെ കണ്ടുപിടിക്കാൻ വേണ്ടി, അയ്യോ, അതും ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഇത് അത്രമേൽ പ്രഡിക്റ്റബിൾ ആയിപ്പോയി ക്ലൈമാക്സ്. ശരി, ക്ലൈമാക്സ് വരെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഒരു ഇമോഷണൽ ഇമ്പാക്റ്റോ ഒരു ത്രില്ലോ ഒരു ട്വിസ്റ്റോ ടേണോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ നമുക്ക് ക്ലൈമാക്സിന് ശേഷം കുറച്ച് സാധനങ്ങളും കൂടി വെച്ചിട്ട് ഇതങ്ങോട്ട് പെരുപ്പിക്കാം എന്ന് പറഞ്ഞ് അവർ കുറച്ച് സാധനങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി കയറ്റിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇട്ട പോലെയാണ് ആ സീനുകൾ ഫീൽ ചെയ്തത്. പെർഫോമൻസുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും സത്യം പറയാലോ, ഈ സിനിമ ഒരു മസ്റ്റ് വാച്ച് ആവുന്നത് അവിടെയാണ്. കാരണം പൃഥ്വിരാജും ജയസൂര്യയും റഹ്മാനും ഒക്കെ അവരുടെ ആക്ടിങ്ങിൻ്റെ റേഞ്ച് എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. അത് കഴിഞ്ഞ് ഓടി വന്നിട്ട് നമുക്ക് മുംബൈ പോലീസ് ഒന്നുകൂടി കാണാൻ തോന്നും ഈ സാധനം മറക്കാൻ വേണ്ടിയിട്ട്. അത്ര ഗംഭീരമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഷാഹിദ് കപൂർ സിഗരറ്റ് വലിക്കുന്നു, അലറി വിളിക്കുന്നു, പല്ല് മുഴുവൻ എടുത്ത് പുറത്തിടുന്നു. പൃഥ്വിരാജ് ഒരു നോട്ടത്തിലൊക്കെ കൊണ്ടുവന്ന സാധനത്തിന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ്. ജയസൂര്യയുടെ ക്യാരക്ടർ ആ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ഇമോഷണൽ ഉണ്ടായിരുന്ന, എന്ത് രസമായിട്ടുണ്ടായിരുന്ന ക്യാരക്ടറാണ്. ഇതിൻ്റെ അദ്ദേഹം വരുമ്പോൾ പിന്നെ എക്സ്ട്രാ കുറച്ച് ആൾക്കാരെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം പറയാതിരിക്കുക ഭേദം. പിന്നെ പാട്ടും മ്യൂസിക്കും ഒക്കെ പവറേഷ് എന്ന് പറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമ മൊത്തത്തിൽ നമുക്ക് ഒരു ഗ്രിപ്പും തരാതെ ഞാനിങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്നിട്ടാണ് ഒന്ന് കണ്ടു തീർത്തത്. അതും പടം തീരാറാവുമ്പോൾ അല്ല കേട്ടോ, പടം തുടങ്ങി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ. അതിൻ്റെ ഇടയിൽ ഈ പാട്ടും സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് രജിസ്റ്റർ ആവുന്നില്ല. പിന്നെ വിഷ്വൽസ്, സിനിമ തുടങ്ങി ഫസ്റ്റ് നമ്മുടെ മലയാളത്തിലാണെങ്കിൽ പൃഥ്വിരാജ് മറ്റേ പറയൂലേ കില്ലറെ ഞാൻ കണ്ടെത്തി എന്നൊക്കെയുള്ളത്, ആ സാധനം ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഷാഹിദ് കപൂർ ബൈക്ക് ഓടിക്കുന്ന ഒരു രംഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ ബാക്കിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളും ആ റോഡും അത് മുഴുവൻ VFX ചെയ്താണ്, അല്ലെങ്കിൽ അത് സെറ്റിട്ടാണ്, ഇനി കളറിങ്ങിൻ്റെ ആണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല, ഒട്ടും ഒറിജിനൽ അല്ലാത്ത ഒരു സാധനവും അതിൻ്റെ കൂടെയുള്ള ആക്സിഡൻറ്റും. ഈ മനുഷ്യൻ്റെ തല എന്താണ്, വല്ല ഇരുമ്പാണോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ. ആകെ മൊത്തത്തിൽ ഇവർക്കാർക്ക് നഷ്ടം വന്നിട്ടുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. പോയത് നെറ്റ്ഫ്ലിക്സിനും പിന്നെ സീ നെറ്റ്വർക്കിനുമാണ്. അവരാണ് ഇതിൻ്റെ റൈറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും സങ്കടമായി പോയ, അതായത് ഒട്ടും സഹിക്കാൻ പറ്റാതായി പോയത്, റിയാസ് ഖാൻ വന്ന് മറ്റേ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനുണ്ട്. എന്ത് ഇമ്പാക്റ്റിൽ നമ്മൾ തിയേറ്ററിൽ കണ്ടതാണ്, അല്ലെങ്കിൽ ഇപ്പോഴും യൂട്യൂബിൽ ആ സീനൊക്കെ എടുത്ത് കാണുമ്പോൾ എന്തൊരു രോമാഞ്ചമാണ്. അതുണ്ടല്ലോ, കഠോരവധമാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മൊഴി മാറ്റി റിലീസ് ചെയ്താൽ പോലെയായിരുന്നു സംഭവം. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു തുള്ളി ഉജാലയുണ്ട്. ഒരു ഗ്ലാസ്സിൽ ആ ഒരു തുള്ളി ഇറ്റിക്കുകയാണെങ്കിൽ ഗ്ലാസ് മുഴുവൻ ചിലപ്പോൾ നീല കളർ കിട്ടും, അതങ്ങോട്ട് നിറഞ്ഞു നിന്നോളും. പക്ഷേ ഇതേ ഒരു തുള്ളി ഉജാല കൊണ്ട് ഒരു 5-6 ബക്കറ്റ് വെള്ളം നിറക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് സാധിക്കുക? അതും ഒറിജിനൽ ഉജാല മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ഉജാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? എന്നെ സംബന്ധിച്ച് പറഞ്ഞ് പരത്തി നീണ്ട് യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെ വെറുതെ വലിഞ്ഞ് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൊർഗറ്റബിൾ റീമേക്ക് ആയിട്ടാണ് ദേവ ഫീൽ ചെയ്തത്. പക്ഷേ അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്ന വരും, മുംബൈ പോലീസിനെയൊക്കെ തോപ്പിച്ചെന്ന് പറയാനുള്ള ഒരു തോന്നലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കതൊരു വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.